ജനിച്ചാൽ അന്നു ഞങ്ങൾക്ക് ക്രിസ്തുമസ്, നീ മരിച്ചാൽ ദുഃഖ വെള്ളിയാഴ്ച. 30 വെള്ളിക്കാശ് നീ ഈ സ്വനം ഒറ്റ കൊടുത്തില്ലേ, അതിനുള്ള ശിക്ഷ നിനക്ക് ദൈവം തന്നോളും. യേശു വെറും പാവമാ, ജൂദാസ് ഭയങ്കര സാധന. ഇതുമാത്ര വേദന എന്റെ യേശു സഹിച്ചു. ഓമനപ്പുഴ കടപ്പുറത്ത് എന്റെ യേശു. ഇത് പാട്ടാണ്, ഇങ്ങനെയാണ് പാട്ട്. മോനെ, നമ്മള് കലാകാരന്മാരല്ലോ, അതുകൊണ്ട് നമുക്ക് വലിയ പിടിയുണ്ടാവില്ല ഇതിനെ പറ്റി. ചിലപ്പോ അതായിരിക്കും മനസ്സിലാവട്ടെ. എന്താലേ മാളു, അതെ ഇങ്ങനത്തെ പാട്ടുണ്ട്. ഈ പാട്ട് ഞാൻ കേട്ടിട്ടില്ലല്ലോ ക്രിസ്മസിന്റെ. ഇത് ക്രിസ്മസ് പാട്ടാണോ? എന്റെ പൊന്നി പാക്കറ, ഇത് ക്രിസ്മസ് പാട്ടാണോ ക്രിസ്മസ് അല്ലാത്ത പാട്ടാണോ എനിക്കറിയാൻ പാടില്ല. ഇത് എന്തോന്നത്? യേശു വെറും പാവമാ, ജൂദാസ് ഭയങ്കര സാധന. ഇതുമാത്ര വേദന എന്റെ യേശു സഹിച്ചു. കേട്ടാ, ശുദ്ധ സംഗീതം, ശുദ്ധ സംഗീതം. ഇതാണല്ലേ അപ്പൊ ശുദ്ധ സംഗീതം. ഓ അങ്ങനെ വേണം. ഓമനപ്പുഴ കടപ്പുറത്ത് എന്റെ യേശു. സൂപ്പറായിരുന്നില്ലേ? നിങ്ങൾ പറയണ്ട, എനിക്കറിയാം സൂപ്പറാണ്. എന്റെ പാട്ട് ആസ്വദിച്ച് എൻജോയ് ചെയ്ത എല്ലാവർക്കും നന്ദി. മാളു, എൻജോയ് ചെയ്തു? ആരെൻജോയ് ചെയ്തു? പൊന്നി പക്കറ, അവരെന്തെങ്കിലും പറയട്ടെ. എൻജോയ കുഞ്ചോയ ഒന്ന് നിർത്തി പോയാ മതിയായിരുന്നു. എന്റെ പൊന്നി പക്കറ, ഇവനൊക്കെ കാരണം നമ്മുടെ ടൈം പോയിക്കാണ്. അവന്മാർക്കുള്ള പണി കൊടുക്കാനായിട്ട്. മാളു, അതെപ്പോഴാ കൊടുക്ക? അതെപ്പോഴാ കൊടുക്കാൻ വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇല്ല, എന്താ കാരണം? പറ, എന്താ എന്താ കാരണം? മാളുന് പറ, എന്താ കാരണം? ഓ എന്റെ പൊന്നു പൊട്ടമാക്കര, ഇവന്മാര് പാട്ട് നിർത്തി ടീച്ചർ ഒന്ന് പോയാലല്ലേ മധുമാഷ വരൂ. മധുമാഷ വന്നാലല്ലേ നമ്മുടെ പ്ലാൻ അവതരിപ്പിക്കാൻ പറ്റൂ. നമ്മുടെ പ്ലാൻ അവതരിപ്പിച്ചിട്ട് ഇവന്മാര് പുറത്താക്കണം. അങ്ങനെ തന്നെ, അങ്ങനെ തന്നെ. മാള് പാക്കന് കുറെ നേരം ഇവിടെ നിന്ന് പെരുവർക്കണേ. മുന്നോട്ടേക്ക് പിള്ളേരെ ഇവിടെ പാട്ട് പറഞ്ഞിട്ടില്ലേ? അയ്യോ സോറി ടീച്ചറെ, സോറി. ഞങ്ങൾ പാട്ട് നല്ല രീതിയിൽ ആസ്വദിക്കായിരുന്നു. ആസ്വദിച്ചിട്ട് അതിന്റെ അഭിപ്രായം ഷെയർ ചെയ്യായിരുന്നു. സൂപ്പറായിരുന്നു ടീച്ചറെ, സൂപ്പർ. ടീച്ചറ് സൂപ്പറായിരുന്നു. ഞങ്ങൾ ആസ്വദിക്കായിരുന്നു. കൂടുതൽ ഞങ്ങൾ ആസ്വദിക്കണ്ട. അപ്പുറത്തെ ക്ലാസ് ഉള്ളതാ, സംസാരിക്കാൻ ആസ്വദിച്ചാൽ മതി കേട്ടോ. നീ പാട്ട് പഠിച്ചിട്ടുണ്ടോ മുമ്പ്? അതെന്താ ടീച്ചറെ അങ്ങനെ ചോദിച്ചേ? എന്താ ഇങ്ങനെ ചോദിച്ചേ? ഇല്ല ടീച്ചറെ, ഞാൻ പാട്ട് പഠിച്ചിട്ടില്ല. പക്ഷേ എനിക്ക് ജന്മന വാസനുണ്ട്. പാട്ട് പാടാനുള്ള വാസനുണ്ട് ടീച്ചറെ. നല്ലതാ, ഇങ്ങനെയുള്ള വാസനകൾ നല്ലതാ. ചെന്നരിക്ക് ടീച്ചറെ. സുഹൃത്തുക്കളെ, എന്റെ പാട്ട് കേട്ട എല്ലാവർക്കും നന്ദി. എല്ലാവരുടെയും എന്റെ കടപ്പാട് ഞാൻ അറിയിക്കുന്നു. ഇവിടെ സ്റ്റേജിലെ അവസരം തന്ന ടീച്ചർക്കും ഞാൻ സമയില്ല. പിന്നെ ടീച്ചറെ, ടീച്ചർ പറഞ്ഞ പോലെ അതിനടുത്ത് നന്ദി. ടീച്ചറെ, അവസാനമായിട്ട് എന്തി പിന്നെ പൊന്നാട് എന്തെങ്കിലും വേണോ നിനക്ക്? ടീച്ചറെ, ഈ ഇളയ കലാകാരന്റെ അവസരം തന്ന ടീച്ചർക്ക് എനിക്ക് ടീച്ചറിന്റെ അനുഗ്രഹം വേണം. അനുഗ്രഹിച്ചാലും ടീച്ചറെ, അനുഗ്രഹിച്ചാലും എന്തായാലും മിന്നൂസ് വീണ്ടും എന്റെ ഈ പാട്ടിന് ടീച്ചറെ അനുഗ്രഹിച്ചാലും. എന്റെ പൊന്നു രാഹുൽ കെ.പി. കുഴപ്പമില്ലേ മോനെ? അതേ ചെയ്യുന്നിരുന്നേ. ചെല്ലി മതി. ടീച്ചറെ, ടീച്ചർ പറയുന്ന പോലെ. എടാ പാക്കര, അടുത്ത നേരം പാട്ട് പാടാൻ വരാണ്ടിരുന്നാ മതിയായിരുന്നല്ലേ? ടീച്ചർ എങ്ങനെയൊന്ന് പോയാ മതിയായിരുന്നു. ഞാനും വരാനും വേളൂ. ഇനിയാരും വരാൻ വഴിയില്ല. ഇനിയോടെ കലാകാരന്മാരില്ലെന്ന് തോന്നണേ. അത് മാത്രം ഉണ്ടായിരുന്നുള്ളൂ തോന്നണേ. ഇനി പാട്ട് പാടാൻ കഴിവുള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ വരൂ, പാട്ട് പാടൂ. നമുക്കിനൊരു 5-6 മിനിറ്റ് കൂടെ ഉണ്ട്. വീണ്ടും അയ്യോ, ഇനി ആരും നോക്കിട്ടെടുക്കാൻ പോണേ എന്റെ മോ. ഞാൻ പോട്ടെ, ഞാൻ എന്റെ കഴിവിലിരിക്കട്ടെ. സൂപ്പർ മോനെ, അത് വേണ്ടടാ. യാക്കുലിന്റെ പോലെ നീ പാടാൻ പോണെങ്കിൽ നീ നിന്റെ കഴിവ് തെളിയിക്കണ്ടടാ. എല്ലാരും കൂടി കിളക്കും നിന്നെ. ഇല്ല, യാക്കുലിന്റെ പോലെ ഒന്നല്ല ഞാൻ ജമ്മന വാസനുള്ളവനാ. അവന്റെ വാസന ഞങ്ങൾക്ക് തയ്ക്കാൻ പറ്റില്ല. ഇന്ന് എന്റെ വാസനയും കൂടി. ഞാൻ പാട്ട് പാടാം. അടുത്ത് മാറണം. ഇവന് പാട്ട് വിടാൻ കഴിവുണ്ടോ? അതെ, ഞാനൊരു വരട്ട ബുക്കിൽ നിനക്ക് എഴുതി തരാം. ഇന്നാൾക്കാർക്ക് കഴിവുണ്ട്, ഇന്നാൾക്കാർക്ക് കഴിവില്ലെന്ന് പറഞ്ഞിട്ട് നീ എവിടുന്ന് വരണടാ പൊട്ടാ.
ചോദിച്ചല്ലേ ഞാൻ പുതുവായിട്ട് ചോദിച്ചത്. ഒന്ന് പാക്കല പൊളിഞ്ഞിട്ടുള്ള സമയത്ത് ഒരുമാതിരി പൊതുവായിട്ട് ചോദിക്കാൻ കേട്ടോ. എനിക്കറിയില്ല ഇവരുടെ കഴിവുണ്ടോ കഴിവില്ല നീ ചെന്ന് ചോദിക്കി പണി. യേശുമേളുവേ അഭിയാണോ? എന്നാ അഭി വരൂ, അഭിജയ് വരൂ, പാട്ട് പാടൂ. ലീലാമണിയാ കഴിവുള്ള അവസരങ്ങള് കഴിവില്ലാത്ത തട്ടിയെടുക്കാനുള്ള ലീലാമണിയാ എന്താ ചെയ്യാ? സുബ്രമോനെ നിന്റെ കൂടെ തമ്പായി ഉണ്ട്, തമ്പായി. ഈ തമ്പായിനെ മുട്ടിപ്പായി പ്രാർത്ഥിക്ക്, നിനക്ക് അവസരം കിട്ടൂട്ടാ. കഴിവുള്ള എനിക്ക് അവസരം കിട്ടണേ. അഭി ഏത് പാട്ടാ പാടാൻ പോണേ? തിത്താര തിത്താര തിത്തൈ തോം തരികട തോം. ആ പാട്ടുള്ള അമ്മ പഠിപ്പിച്ച പാട്ടാണ് പാടാൻ പോണേ. അതൊന്നുമില്ല, സർപ്രൈസ് സർപ്രൈസ്. സർപ്രൈസോ? എന്ത് സർപ്രൈസാ? ഇവരെന്തിനാണ് കുശു കുശുക്കണേ? വല്ല ബോംബിക്കണ കാര്യമാണോ? അമ്മി മോനല്ലേ, പലതുണ്ടാവും, നമുക്കറിയില്ലല്ലോ മാളു. പലതുണ്ടാവും എനിക്കറിയാം, അതെന്തിനാണ് ചോദിക്കണേ? യേശുമേളു ഞാൻ കേട്ടില്ലേ, സത്യത്തിൽ ഞാൻ കേട്ടില്ല. ഓ വിളിച്ചത് വിട് 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 വിട്. സ്റ്റോപ്പ്, ചാപ്റ്റർ വിട്, ചാപ്റ്റർ വിട്. ഞാന് യൂട്യൂബിൽ നോക്കി പഠിച്ച പാട്ട്, സൂപ്പർ പാട്ട്. ആണോ? പഠിക്കൂ പഠിക്കൂ പഠിക്കൂ. ക്രെഡിറ്റ് നിൽക്കുന്നു വേണ്ടിട്ടാ മോദനെ എടുത്താൽ മതി. അതെത്രയുള്ളൂ? ക്രെഡിറ്റ് ഞാൻ തന്നെ എടുക്കുള്ളൂ. പഠിക്കൂ പഠിക്കൂ. സെക്രട്ടറിയായ എന്റെ കൂട്ടുകാര്, എന്റെ സെക്രട്ടറി, എന്റെ അമ്മയും ടീച്ചറുമായ ഇവിടുത്തെ ജിമ്മി ടീച്ചർക്കും എല്ലാവർക്കും വേണ്ടി ഞാൻ എന്റെ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ഡെഡിക്കേറ്റ് ചെയ്യാൻ ഇവൻ ആരടാ? ഡെഡിക്കേറ്റഡാ ഇവന്റെ പട്ടിഷോ എല്ലുമല്ലു. എന്നെ വാസനയും കഴിവും പുറത്തെടുക്കാനുള്ള ഈ അവസരം ഞാൻ വിനിയോഗിക്കുമെന്ന് എല്ലാവരോടുമായിട്ട് പറയുന്നു. മോനെ മതിടാ, ഓരക്കല്ലേ ഓരക്കല്ലേ, പാട് പാട് പാട്. അപ്പൊ നമുക്ക് തുടങ്ങാം. എല്ലാവരും പിക്ചർ ക്ലാപ്പ് കൊടുത്തേ. എനിക്ക് ക്ലാപ്പൊന്നും വേണ്ട. എന്റെ കഴിവ് പുറത്തെടുത്തതിന് ശേഷം മാത്രം എനിക്ക് ക്ലാപ്പ് മതി. ആവശ്യമില്ലാത്ത അംഗീകാരം എനിക്ക് വേണ്ട. ഇവനൊരു അഭിമാനി തന്നെ അല്ലേ മോനെ? എന്റെ കഴിവ് പുറത്തെടുക്കാൻ അവസരം കിട്ടില്ലല്ലോ, അതോടെ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയണേ. അതിനേക്കാളും കഴിവ് എനിക്കുണ്ട്, അതിനേക്കാൾ അഭിമാനി ഞാൻ. കണ്ട മിന്നൂസേ, ഇവൻ എന്നെ പോലെ പറയാൻ നോക്ക്. എന്റെ തര കഴിവൊന്നും ഇവനില്ല, എന്നിട്ട് ഇവൻ എന്തൊക്കെയാണ് പറയണേ? അതെന്തായിരുന്നു മിന്നൂസേ? ഞാനൊരു സംഭവം കണ്ട് എന്നെ കോപ്പിടിച്ചവൻ എന്നെ പോലെ പറയാൻ നോക്കിട്ട്. ഇവനെ കുറച്ചെങ്കിലും ബുദ്ധിയുണ്ടെങ്കിൽ മല്ല ബുദ്ധി വിളിച്ചായിരുന്നു, അതുപോലെ Ready, 1, 2, 3, start. I am dead, man. I am dead. Check this out. Yo, check this out. ചെക്ക് ചെയ്യാനാ? എന്ത് ചെക്ക് ചെയ്യാൻ? ഞാൻ മരിച്ചു കിടക്കുന്ന നേരത്ത്, എല്ലാരും കരയുന്ന സമയത്ത് എന്റെ കവിതകൾ എന്നെ തേടി വരും, എന്നെ നോക്കി പുഞ്ചിരിക്കും. മാറി നിൽക്കുക നാട്ടുകാരെ, മാറി നിൽക്കുക കുടുംബക്കാരെ. ദുഃഖങ്ങൾ ഇനിയും തീർന്നില്ലേ, കുരുത്തം കെട്ടവൻ മരിച്ചില്ലേ. മരിച്ചു കിടക്കുന്ന നേരത്ത്, എല്ലാരും കരയുന്ന സമയത്ത് എന്റെ കവിതകൾ എന്നെ തേടി വരും, എന്നെ നോക്കി പുഞ്ചിരിക്കും. മാറി നിൽക്കുക നാട്ടുകാരെ. ഇതൊക്കെ ഇവൻ തന്നെ ഉണ്ടാക്കിയാന്ന് എനിക്ക് തോന്നണേ. എന്താടി ഇത്? ദുഃഖങ്ങൾ ഇനിയും തീർന്നില്ലേ, കുരുത്തം കെട്ടവൻ മരിച്ചില്ലേ. കരയരുതമ്മേ, ശപിക്കരുതേ, ഈ ഹൃദയം പറഞ്ഞത് കേട്ടവനെ. പാവങ്ങളെ പറ്റിക്കുന്ന ദൈവമേ, എന്നെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോവല്ലേ. എന്തോന്നാണ് ഇതൊക്കെ? അതെ, അങ്ങനെ ഒരു ദൈവമുണ്ടോ? നീ എന്തിട്ടൊക്കെ ചോദിക്കണേ? എങ്ങനെ ദൈവം? അല്ല, പാവങ്ങളെ പറ്റിക്കുന്ന ദൈവമേ. അല്ല, അഭിപാടില്ലേ, പാവങ്ങളെ പറ്റിക്കുന്ന ദൈവമേ സ്വർഗത്തിൽ കൊണ്ടുപോലെന്ന്. അങ്ങനെ അതെ, അങ്ങനത്തെ ദൈവങ്ങളുണ്ട്. എന്റെ വീട്ടിലുണ്ട്. നീ വായോ, ഞാൻ കാണിച്ചുതരാം. ഒന്ന് പോയെടാ, എനിക്കങ്ങനെ അറിയാം. അയ്യോ, അവനെ കൊണ്ട് തോറ്റു, എന്നിട്ടൊക്കെ നെയ്യും കൂടി. എനിക്കൊരു കാര്യം മനസ്സിലായിട്ടാ മോളെ, എനിക്കൊരു കാര്യം മനസ്സിലായി. എന്ത് കാര്യം? അല്ല, അഭിജയ്ക്ക് സ്വർഗത്തിൽ പോകാൻ ആഗ്രഹമില്ലെന്ന് അവൻ പാടുകണ്ടില്ലേ? പാവങ്ങളെ പറ്റിക്കുന്ന ദൈവമേ എന്നെ സ്വർഗത്തേക്ക് കൊണ്ടുപോലെന്ന്. കണ്ട് അവന് നരകത്തിൽ പോകാൻ ഇഷ്ടം, അവനത്ര പാപിയായിട്ട്. കുറച്ചെടുത്തിരുന്നു മിണ്ടാണ്ടിരിക്കും. അവന്റെ നെഞ്ചും കൂടി സൗണ്ട് കേൾക്കുമ്പോ പൊളിഞ്ഞു കയറും. പാവങ്ങളെ പറ്റിക്കുന്ന ദൈവമേ, എന്നെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോവല്ലേ. മരിച്ചു കിടക്കുന്ന നേരത്ത്, എല്ലാരും കരയുന്ന സമയത്ത് എന്റെ കവിത
മക്കൾക്കും ജീവിക്കണ്ടേ, എന്റെ മാംസം തിന്നവർ ചിരിക്കട്ടെ. കരയരുതേ നീ കരയരുതേ, കരയരുതേ നീ കരയരുതേ, കരയരുതേ നീ കരയരുതേ, എന്നെ ഓർത്ത് നീ കരയരുതേ. ഇങ്ങനെ പോയി രമ്യ ടീച്ചർക്ക് അറിയാൻ തോന്നുന്നില്ലേ? രമ്യ ടീച്ചർ കൈകൊണ്ട് തന്നെ തീരാൻ വഴിയുണ്ട്. എന്തൊക്കെയാടാ ഇത് ഇവൻ തന്നെ ഉണ്ടാക്കിയാട്ടാ ഇത്. എനിക്ക് ഉറപ്പാ ഇങ്ങനത്തെ വരികൾക്കൊന്നും മനസ്സിലാക്കി തരാൻ പറ്റില്ല. ഇതിനേക്കാളും കഴിവുണ്ട് എനിക്ക്. ഞാൻ പാടട്ടെ ഈ പാട്ടിന്റെ ഹാങ് ഓവർ ഈ അടുത്തൊന്നും മാറുന്ന എനിക്ക് തോന്നലേ. തുമ്പുറ നീ എന്തെങ്കിലും ചെയ്യ്. അവന്റെ കൊലവലി നിന്നിട്ടുണ്ട്. ഇനി ഞാൻ പാടട്ടെ, എന്റെ കഴിവ് തെളിയിക്കട്ടെ. എല്ലാവരെക്കാൾ ചൂപ്പർ ഞാനെന്ന് ഞാൻ തെളിയിച്ചൂടെ. നമ്മുടെ സൂര്യൻ കളഞ്ഞ് നമ്മൾ ഓടിക്കുക. നമ്മുടെ സമാധാനം കളിയാ. എനിക്ക് മനസ്സിലായിടാ ഇവനൊക്കെ ചാട്ടാറിനടിക്കണം. ആ മേളു ശരിയാ, പാട്ട് പാടി നമ്മൾ ഓടിക്കാനുള്ള പരിപാടിയാവല്ലേ. എന്താണ് കുട്ടികളെ, എന്റെ കലാവസ്ഥ നിങ്ങൾ അറിഞ്ഞുവെന്നും കേട്ടുവെന്നും വിചാരിക്കുന്നു. എന്റെ കഴിവ് പൂർണ്ണമായിട്ട് എടുക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല. പൂർണ്ണമായിട്ട് സാധിച്ചിട്ടില്ലേ? ഭാഗ്യം. അത് വരും ദിവസങ്ങളിൽ ഞാൻ എടുക്കുമെന്ന് വിനീത കുലീനമായി ഞാൻ അപമാനിച്ചിട്ടു. വരുന്ന ദിവസങ്ങളിൽ വീണ്ടെടുക്കൂ. അതുവരെ ഷോർട്ട് ബ്രേക്ക്. ഇതൊക്കെ ഏത് ഭാഷ? എടാ വിജയെ, സത്യം പറയടാ, ഈ പാട്ടിന് യൂട്യൂബിൽ നോക്കി പഠിക്കാനല്ലോ. ഇത് സ്വന്തമായിട്ട് എഴുതി ഉണ്ടാക്കിയ പാട്ടല്ലേ? പറയടാ. സുഹൃത്തുക്കളെ, നിങ്ങളുടെ അഭികാംക്ഷ മൂലം ഞാൻ ആ സത്യം വെളിപ്പെടുത്തുകയാണ്. അതായത് ഈ പാട്ട് ഞാൻ യൂട്യൂബിൽ ചെയ്ത് പഠിച്ചല്ലേ. ഇത് ഞാൻ സ്വന്തമായി എഴുതി, എന്റെ കൈകൾ കൊണ്ട് കൊണ്ടുകൊണ്ട് എഴുതി ഞാൻ കമ്പോസ് ചെയ്ത പാട്ടാണ്. ട്യൂൺ ചെയ്ത് ആലപിച്ച പാട്ടാണ്. ഞാൻ അഹങ്കരിക്കാണ്ടിരിക്കാൻ പറഞ്ഞത് സത്യം. സത്യത്തിൽ നിങ്ങൾ ഉദ്ദേശിച്ച പോലെ തന്നെയായിരുന്നു കാര്യങ്ങൾ. ഈ പാട്ട് ഞാൻ തന്നെ എഴുതി ഇടക്കിട്ടാണ്. ഈ ചെറുക്കൻ നാണം കെടുത്താനായിട്ട് നീ വീട്ടിക്ക് പോയി ഞാൻ വെച്ചിട്ടുണ്ട്. സൂപ്പൊക്കെ ആയിട്ടുണ്ട്. നീ ചെന്നിരിക്ക സീറ്റില്. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരോടും അവസാനിച്ചു. ഭാഗ്യം. മേളു ഇനി പാട്ടൊന്നും ഉണ്ടാവില്ലെന്ന് തോന്നണേ. പിള്ളേരെ, ഇനി 2 മിനിറ്റ് സമയമുള്ളൂ. അതുകൊണ്ട് ഇനി ഇപ്പൊ ആർക്കും പാട്ട് പാടാൻ സമയമില്ല. നമുക്ക് എന്തായാലും പിറ്റൊരു ദിവസമാവും. അപ്പൊ നമുക്ക് അവസാനിപ്പിക്കാട്ടോ. ഞാണ്ട് കിടക്കേണ്ടത് വെട്ടിക്കളയാൻ പറയടാ. ഞാണ്ട് കിടക്കണ്ടെന്ന്. എന്നിട്ട് മേളു ഞാൻ എടുക്കണേ. എന്നിട്ട് ഇത് അവനോട് പോയി തന്നെ ചോദിക്ക്. ഞാനുണ്ട് പാടാനായിട്ട്. ഞാൻ പാടാം. 2 മിനിറ്റ് മതി. അയ്യോ സമയമായല്ലോ. ഞാൻ 2 മിനിറ്റ് ഉള്ളൂ. അതുകൊണ്ട് പാടാൻ പറ്റൂ. അത് കുഴപ്പമില്ല ടീച്ചറെ. എനിക്ക് 2 മിനിറ്റ് വേണ്ട. 1 മിനിറ്റ് മതി. എന്റെ കഴിവ് എനിക്ക് 1 മിനിറ്റ് മതി ടീച്ചറെ. 1 മിനിറ്റ് മതി. അടുത്ത മാറണം. അയ്യോ ഇത് നിൽക്കാൻ ഉദ്ദേശിക്കണില്ലേ? ഓക്കെ നിരുത്സാഹപ്പെടുത്തുന്നില്ല. എന്തായാലും വായോ, പെട്ടെന്ന് പാടി പോക്കോട്ടോ. സമയമില്ല ഇപ്പൊ ബെല്ലടിക്കും. ടീച്ചറെ, ഞാൻ പെട്ടെന്ന് പാടിക്കോളാം. എനിക്ക് കഴിവ് വിളിക്കാൻ അധികം സമയം വേണ്ട. എടീലാമണിയാ, ഞാൻ പാട്ട് പഠിക്കാൻ എടുത്തും പോട്ടാ. എന്നാലും ഗ്രഹിച്ചേ. എടാ സുബ്ബു മോനെ, ഒന്നും കൂടെ ആലോചിച്ചിട്ട് പോരെ. വേണ നീ ഒന്നും ആലോചിച്ചില്ല. ഞാൻ പെട്ടെന്ന് പാട്ടെ. പോരാട്ടാ. മിന്നൂസ് കാര്യമാക്കി എടുക്കണ്ട. ഇവർക്ക് ജന്മന എന്നെ പോലെ കഴിവില്ലല്ലോ. അതുകൊണ്ട് ഇവര് പറഞ്ഞില്ലേ പ്രശ്നങ്ങൾ ഉണ്ടാവും. മിന്നൂസ് കാര്യമാക്കി എടുക്കണ്ട കേട്ടോ. അങ്ങനെ തന്നെ. ടീച്ചറെ, ഞാൻ പാട്ട് പാടിക്കോട്ടെ. പെട്ടെന്ന് പാട്. സമയമൊന്നുമില്ല. പെട്ടെന്ന് പാട്. ടീച്ചറെ, ഞാൻ മറ്റുള്ളവർ പോലെ സമയം കളയില്ല. പെട്ടെന്ന് പാടാട്ടാ. ഇവരൊക്കെ എന്തിന്റെ കേടാടാ? ഇവരൊക്കെ വെറുതെ എനിക്ക് മേളു വെയിറ്റ് 2 മിനിറ്റ് കൂടെ ഉള്ളൂ. അത് കഴിഞ്ഞ് നമുക്ക് പണിയാം. സുഭാഷ് 1 2 3. ഇവനിപ്പോ ചാവോ? അയ്യോ കടല മണ്ടവും പൊരിക്കാന്. അയ്യോ ഷിമോനേടാ, എന്താടാ ഇത്? ഇതാണ് അവന്റെ കഴിവ്. അയ്യോ ആകാശ പടപ്പണ്ടാലിന് വേറൊരു കായാമ്പു കാഞ്ഞ മുഴച്ചു. കായാമ്പുക്ക് നമുക്ക് പിന്നോട്
മോശയ്ക്ക് പോയി വെറുതെ എല്ലാവരും കലാകാരന്മാരൊന്നും ഉണ്ടാകട്ടെ എന്തെങ്കിലും പ്രോത്സാഹനമില്ലാത്തെ അയ്യോ ശിവമോനെ ഇലവനെ കണ്ടാ കഴിവുള്ളവർ അംഗീകരിക്കണി കണ്ടാ ഉണ്ടാവേ എന്റെ ഫുള്ള് കഴിവ് പുറത്തെടുക്കാനായിട്ട് എനിക്ക് പറ്റിയിട്ടില്ലേ എന്താ ചെയ്യാ ടീച്ചർമാരെ എന്റെ ഫുള്ള് കഴിവ് പുറത്തെടുക്കാണ്ടിരുന്ന എന്തായാലും നന്നായി അങ്ങനെ പറഞ്ഞേ എന്താ അങ്ങനെ പറഞ്ഞേ ഇത്തരം കഴിവ് എടുത്തിട്ടാണ് ഇങ്ങനെ നിന്റെ ഫുള്ള് കഴിവ് പുറത്തെടുത്തിട്ടുണ്ടെങ്കിലേ എല്ലാരും കൂടി നിന്റെ കോട്ടൽമാല പുറത്തെടുക്കാനെ എന്തോ നടത്തൊക്കെ എന്താ ജീവനെ നീ ഇങ്ങനെ പറയണേ എന്നെ പോലുള്ള കഴിവുള്ളവർക്ക് ഇവിടെ ജീവിക്കാൻ പറ്റില്ലേ എന്റെ സംഭവം അല്ലേ എന്തല്ലേ ഒന്നും പറയാൻ നിൽക്കില്ല എനിക്ക് മനസ്സിലായി എന്താണ് അല്ലേ സൂപ്പറാ ഇനി നമ്മൾ പോയി ബെല്ലടിക്കേണ്ട ഒരുപാട് എന്റെ പൊന്നു കുഞ്ഞുങ്ങളെ ഒന്ന് ബെല്ലടിക്കുന്നേ അപ്പുറത്തെ ക്ലാസ്സില്ലേ എല്ലാവരും കിടന്ന് പെരുപെറുക്കല എന്താ ഇത് കോഴി കുഞ്ഞാണ് നിങ്ങള് ടീച്ചർ കോഴി കുഞ്ഞുങ്ങളാണോ ചോദ്യം പറയാണ്ട് ചിരി വന്നേടാ ഞാൻ ക്ഷമിക്ക് എന്ന് വിട്ടേ പോയി അതിനെ ടീച്ചറേ നമ്മൾ കോഴി കുഞ്ഞുങ്ങളല്ലല്ലോ ബെല്ലടിച്ചല്ലോ അപ്പൊ ശരി പിള്ളേരെ നാളെ കാണാം കേട്ടോ അപ്പൊ ശരി ടീച്ചറേ പേപ്പർ പേപ്പർ നോക്കി കഴിഞ്ഞാ ഈ പേപ്പർ ചോദിക്കാനായിട്ട് ഓ ഇവളെ പോലുള്ള ഒരു കാരനാണ് ബൈക്കുള്ള പണി കിട്ടണേ എന്താലേ അതെ പേപ്പർ നോക്കി കഴിഞ്ഞിട്ടില്ല ടീച്ചർ അടുത്ത ആഴ്ച എടുത്ത് തരാം കേട്ടോ ശരി അപ്പൊ ഓ ടീച്ചർമാരെ ഭാഗ്യം നോക്കി കഴിഞ്ഞിട്ടില്ല എല്ലാവരും ഇങ്ങനെ ആയാൽ മതിയായിരുന്നു ഓ അപ്പൊ ശരി എന്നാ എല്ലാവരും ടോയ്ലറ്റിൽ പോയിട്ട് ഫ്രഷ് ആവട്ടോ അപ്പൊ ശരി ആ ടീച്ചറെ ശരി എന്നാ കഴിവ് വൃത്തിയായിട്ടാണ് ഇനി നിന്റെ കഴിവിന്റെ കാര്യം പറഞ്ഞ നിന്റെ കാലുമുടിയെ തല്ലൊടിക്കും നിന്റെ കഴിവും കൊഴുവും എന്റെ അപ്പൂപ്പന്മാര് കാലെടുത്ത് കഴിഞ്ഞാൽ രാജകുടുംബങ്ങളായിട്ട് നിങ്ങൾ കഴിവുള്ളവരാണ് അപ്പൊ ഇന്റർവ്യൂല് കഴിഞ്ഞിട്ട് പറ്റി പറയട്ടെ എന്ത് പ്ലാൻ ചെയ്യാനാടാ അടുത്ത പീരീഡ് മധുമാഷ് വരുന്നു മധുമാഷിനെ കൊണ്ട് ഇവരുടെ കാര്യങ്ങൾ പൊക്കിക്കുന്നു എന്ത് ബുദ്ധിയെ അതൊക്കെ ചോരയുടെ ഗുണടാ ചോരയുടെ ഗുണം രാജതന്ത്രം രാജതന്ത്രടാ ശത്രുക്കളെ ശത്രുവായി കാണുക അതിനുശേഷം ഉന്മൂലനം ചെയ്യുക സംഭവം തന്നെ രമണിയെ ആ മാളും പാക്കറ്റിനെ ഇവിടെ നിന്ന് കുശൂഷിക്കണ്ടട്ടാ നമ്മുടെ കാര്യം തോന്നണേ എന്തോ പണി വരുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട് എന്റെ മനസ്സ് പറയുന്നുണ്ട് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് അവന്മാര് വരുന്ന കുശൂഷിക്കണത് ഇവന്മാരുടെ ബാഗിൽ നമ്മൾ രാവിലെ പൈസട്ട കാര്യം ഈ മണ്ടന്മാർക്ക് മനസ്സിലായിട്ടില്ലെന്ന് തോന്നണേ അതെന്തായാലും മധുമാഷിനെ കൊണ്ട് പിടിപ്പിക്കുമോ മനസ്സിലാവുമ്പോൾ അതിനു മുമ്പ് നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങളും പ്ലാൻ ചെയ്യാണ്ട് അതെന്ത് കാര്യമാണ് എന്ത് കാര്യം അതെന്തായാലും ഇവിടെ നിന്ന് പറഞ്ഞാൽ ശരിയാവില്ലേ വായ നമുക്കൊന്ന് പുറത്തേക്ക് പോവാം എവിടേക്ക് വേണു എവിടേക്ക് അത് സൂപ്പറാവും ചിക്കനെ പോയിട്ടില്ല ബായ് എന്റെ മമ്മി ഡാഡി എന്റെ പൊന്നു മകനെ നിന്നോട് ഞാൻ ഒന്നും പറയില്ലടാ എടാ നമുക്ക് ആ പ്ലേ ഗ്രൗണ്ടില്ലേ അപ്പുറത്തെ സെക്ഷൻ ആ സെക്ഷനിൽ നമുക്ക് പോവാം അവിടെ നിന്ന് വർത്താനം പറയാം ആരും കേൾക്കില്ല വായോ പ്ലേ ഗ്രൗണ്ട് എന്നാ എവിടേക്ക് പോകാൻ ഇവിടെയാകുമ്പോ സേഫ് പാക്കറ ആരും കാണില്ല നമ്മൾ പ്ലാൻ ചെയ്യുന്നത് പക്ഷെ വേണു ദേ ആ കോഴിപ്പറമ്പ് രാഹുലും ആ മിന്നൂസ് അവിടെ നിക്കണ്ടിട്ട് ഓ ഈ വൃത്തികെട്ടവൻ എവിടെ നോക്കിയാലുണ്ടല്ലോ പൂർണ്ണകെട്ടവൻ ഈ കോഴിയെ കൊണ്ട് തോറ്റു അല്ല പാക്കറ വേണു ഇവനെവിടെ നോക്കിയാലുണ്ട് എനിക്കാണെങ്കിൽ ഇവന്റെ മോനെ കാണുമ്പോ പൊളിഞ്ഞു വീറും എനിക്കാണെങ്കിൽ ഇവന്റെ മോൻ കാണുമ്പോ ചൊറിച്ചിൽ വരും എന്താണ് ഇങ്ങനെ പോലെ ഇവനെ പോലെ ഒരു കോഴി മിന്നൂസേ ഈ സ്ലൈഡ് എവിടുന്ന് മേടിച്ചേ എന്റെ പപ്പ അങ്ങ് ദുബായിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തതാ അല്ലേ നല്ല രസണ്ട് ഇവനും കൂടി ചേർത്ത് പെടുത്തണടാ ക്ലാസ്സിൽ ഒക്കെ കൂടി പോട്ടെ ഇങ്ങനെ ഒരുത്തമാരി ഇവനും കൂടി ചേർത്ത് പെടുത്താം എവിടെ നോക്കിയാൽ ഇവനാ ചെല്ലിപ്പിടുത്താനായിട്ട് ഓ ഒരു ഇടങ്കോലി കേട്ടി കോഴിപ്പറമ്പിൽ പിയെന്തിട്ടാണോ പറ്റിയണോ എനക്കൊന്ന് പണി വെച്ചിട്ടുണ്ടോ
എവിടെങ്കിലും മാറുന്ന സംസാരിക്കാൻ വെക്കുമ്പോ അങ്ങോട്ടും കയറി വരും. മിന്നുസേ അതെ അതുകൊണ്ടല്ലേ മിന്നൂസ് ആരെങ്കിലും ചെയ്താലോ. അതുകൊണ്ട് ഞാനൊരു ബോഡി ഗാർഡായിട്ട് വരുന്നത് നല്ലതല്ലേ മിന്നൂസേ? നമുക്ക് കാര്യത്തിൽ കിടക്കാം എന്തായാലും. എന്റെ പൊന്നു പാക്കര, നിന്റെ തോട്ടി പോലത്തെ പൊക്കം കാരണം എനിക്ക് നോക്കാൻ പറ്റില്ല. ഒന്ന് കുനിയടാ പാക്കര. ശത്രുവിന്റെ ശത്രു മിത്രം. അതുപോലെ നമുക്കുള്ള എല്ലാ പണിയും നമുക്ക് അവസാനിപ്പിക്കണം. എന്റെ പ്ലാൻ എന്തിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ 3 പേരോടൊപ്പം ആ ബീനയും പിന്നെ ഈ പറട്ട കൂടി രാഹുലിനെയും ഒരുമിച്ച് നമുക്ക് തീർക്കാം. അതെങ്ങനെ വേളു? ഇടയ്ക്ക് കയറി വെടി പൊട്ടിക്കില്ലേ പൊട്ടാ? ഞാൻ പറഞ്ഞു തീർക്കട്ടെ. അതായത് ഷിബു, ലീലാമണി, സുബ്രു. ഷിബുവിന്റെ പേരിൽ നമ്മൾ പൈസ ഇട്ടിട്ടില്ലേ? ഈ 3 പേരെ നമ്മൾ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഇല്ലേ? ഉണ്ട്. ബാക്കി പറ. ഈ 3 പേരുടെ കൂട്ടത്തില്, അതായത് ഷിബു, ലീലാമണി, സുബ്രു, ഇവരുടെ 3 പേരുടെ കൂട്ടത്തില് അബിയും ഈ പൊട്ടൻ കോഴിപ്പറമ്പിലുണ്ടെന്ന് പറയണം. അതായത് ഒറ്റ വെടിക്ക് 5 പക്ഷി. ഒറ്റ വെടിക്ക് 5 പക്ഷി പിടിക്കാൻ പറ്റുമല്ലോ. പറ്റും. ഈ മാള് വെടി വെച്ചാ ഒറ്റ വെടിക്ക് 5 അല്ല 100 പക്ഷികൾ വീഴും. വേളൊരു ചിഞ്ചിനാക്കിട്ട് തന്നെ. അതായത് അവരുടെ പേരിൽ നമ്മൾ ഓൾറെഡി പൈസ ഇട്ടിട്ടുണ്ടല്ലോ. മധുമാഷ് വരുമ്പോ നൈസായിട്ട് നമുക്ക് അബിയുടെ പേരും ആ കോഴിപ്പറമ്പിൽ രാഹുലിന്റെ പേര് എടുത്തിടാം. അവന്മാർ തീരട്ടെ. എന്തായാലും പൈസയുടെ കാര്യം ക്ലാസ്സിൽ നിന്ന് പുറത്താക്കാൻ വഴിയുണ്ട്. സ്കൂളിൽ നിന്ന് പുറത്താക്കുമ്പോൾ പക്ഷേ ഒരു പ്രശ്നം അവശേഷിക്കുന്നുണ്ട്. വലിയ പ്രശ്നം. അതെന്താ വേളു? എന്റെ പ്രശ്നം അബിയുടെ പത്തച്ചട്ടില്ലേ, അങ്ങനെ ഇടപെടാൻ വഴിയുണ്ട്. അന്നേരം നമുക്ക് ഒതുക്കണം. ഞാൻ അടുത്ത മാസം തൊട്ട് ജിമ്മിൽ പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അബിക്ക് പണി കൊടുത്തു കഴിഞ്ഞാൽ മറ്റുള്ളവരെ പോലെയല്ല, അബിയുടെ ചേട്ടൻ ഇടപെടും. അതുകൊണ്ട് നമുക്ക് അബിയുടെ ചേട്ടനെ ഒതുക്കണം. അതിനുവേണ്ടി അബിയുടെ ചേട്ടന്റെ ശത്രുക്കളെ നമുക്ക് കൂട്ടുപിടിക്കണം. അതായത് നീ പറഞ്ഞ മറ്റേ കഥയിലെ പൾസർ, ബജാജ്, സുനി തുടങ്ങിയവർ നമുക്ക് കൂട്ടുപിടിക്കണം. തൽക്കാലം നമുക്ക് അവരെ പോയി കാണാം. അവരെ പോയി കണ്ടിട്ടുണ്ട് വേളു. അവരെ പോയി കണ്ടിട്ടേ അന്യനും കുഞ്ഞിനും വെച്ച് കളിക്കാനുള്ള കഥ പറയാം. ഒന്ന് പോയടാ. എവിടെ നിന്ന് വരണേ മരപ്പെട്ട. അവരെ പോയി കണ്ടിട്ട് നമുക്ക് അബിയുടെ ചേട്ടന് ആദ്യം പണി കൊടുക്കാം. അതിനുള്ള വഴി ഉണ്ടാക്കാം. അബിക്ക് പണി കൊടുത്തു കഴിഞ്ഞാ പ്രശ്നം ഉണ്ടാവില്ല അല്ലേ? അങ്ങനെ തന്നെ. നീ എന്റെ കൂടെ നിന്ന് ബുദ്ധി പഠിച്ചു. തൽക്കാലം വായു, നമുക്ക് അവന്മാരെ പോയി കാണാം. പകര നീ അവന്മാരോടൊന്ന് വർത്തമാനം പറയുന്നുണ്ട്. അവള് ചെന്ന് സംസാരിക്കാം. അബിയുടെ ചേട്ടന് പണിയെടുക്കുന്ന കാര്യം നമുക്ക് പറയാം. ആടെ പകര. എന്നിട്ട് അബിയുടെ ചേട്ടൻ നമുക്ക് ഒതുക്കാം. എന്നിട്ട് നമുക്ക് എല്ലാവരും പുറത്താക്കണം. എന്നിട്ട് നമുക്ക് ഭരിക്കണം. നമുക്ക് പകര 2 മിനിറ്റ് വെയിറ്റ് ചെയ്യ്. നമുക്ക് ചെന്ന് സ്ലോവിലി മുട്ടാം. എന്തിനാ പകര? എന്ത് എവിടെ നോക്കിയാലും ഈ കുരുത്തം കെട്ടവനാണല്ലോ. ഈ വൃത്തികെട്ടവനെ കൂടെ തോറ്റു. സമാധാനമായിട്ടൊന്ന് പ്ലാൻ ചെയ്യാൻ പോലും സമ്മതിക്കില്ല ഈ വൃത്തികെട്ടവൻ. ഇവിടെ പോവാ. മണ്ണെണ്ണ മേടിക്കാണോ? ഇല്ല ഞാനും വരും. എനിക്ക് നിന്നെ ഇഷ്ടമാണെന്നാണ്. അവന്റെ കേട്ട് എങ്ങനെ പൊളിഞ്ഞു വരുന്നുണ്ട്. അവനെ കൊന്നിട്ട് നീ എവിടെ ജയിലിൽ പോവും? അയ്യോ ഞാൻ പോയില്ലേ. അപ്പൊ പിന്നെ നടക്കണ കാര്യത്തിൽ പറ. മിണ്ടാണ്ടിരിക്കും. പൊക്കരം പറയണ്ട്. നമുക്കൊന്ന് ഒതുക്കാം. ഈ തോട് കൂടി ഒതുക്കാം. ശല്യം കെട്ടവൻ. 2-3 ദിവസം കഴിഞ്ഞ വേലാണ്ടല്ലേ ഫെബ്രുവരി 14 മിനിറ്റിലൊന്നറിയില്ല. എന്റെ പൊന്നിലാവളെ, നീ എന്നെ ഒന്നും അറിയിക്കാൻ വരണ്ട. എന്ന് പോയേ ശല്യപ്പെടുത്തണ്ട്. മിന്നൂസേ വേലാണ്ടിന്റെ മിന്നൂസിന് ഞാൻ ഡയറി മിൽക്ക് വാങ്ങിച്ചിട്ട്. പകരം തൽക്കാലം രാഘവന്റെ കേസ് വിട്ട് നമുക്ക് പിന്നെ എടുക്കാവത്. പോലെ പകരം ഞാൻ അവന്മാരോടൊന്ന് വർത്താനം പറയുന്നുണ്ട്. നമുക്ക് ചെന്ന് മുട്ടാം. അതായിരിക്കും നല്ലത്. ഇപ്പൊ നല്ല സമയാ. ചെന്ന് മുട്ടല്ലേ.
ബജറ്റ് ബ്രോ, ആ 3ാം ക്ലാസ് ആയില്ലേ തടിയനും അപ്പത്തെ ക്ലാസ്സിലെ പെണ്ണുമല്ലേ അവിടെ നിന്ന് നോക്കണത് നോക്കണത് കണ്ടു ഞാൻ. എന്ത് തന്നെ അവരുടെ ഉദ്ദേശം? നിങ്ങൾ കുറെ നേരമെങ്കിൽ അവിടെ നിന്ന് ഞങ്ങളെ നോക്കുന്നു. എന്താണ് കാര്യം? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഞങ്ങൾക്ക് ഒരു സഹായം വേണം. നിങ്ങളായിട്ട് പ്രശ്നമുള്ള അനന്തുന്റെ അനിയൻ അബിയിലെ ക്ലാസ്സിലെ പിള്ളേരെ ഞങ്ങൾക്ക് അവന്മാരെ ഒതുക്കണം. നിങ്ങൾ ഹെൽപ്പ് ചെയ്യോ? എന്ത് സഹായമാണെങ്കിലും അത് നടക്കാൻ സാധ്യതയില്ല. കാരണം അവന്റെ അമ്മയാണ് ഇവിടുത്തെ ടീച്ചർ. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഒന്ന് പറഞ്ഞ രണ്ടാമത്തിന് അവൻ തുണി വരും. അതുകൊണ്ട് അവനായിട്ട് മുട്ടാൻ ഞങ്ങൾക്ക് പേടിയുണ്ട്. നിങ്ങൾ പേടിക്കണ്ടേ, ഞങ്ങളുടെ കൂടിയിട്ട് ഈ മാളുടെ അച്ഛനെ പോലീസാ. നിങ്ങൾ പേടിക്കണ്ടേ, ഞങ്ങൾ വഴി പറയും. ഞാൻ വിശദീകരിച്ചു കൊടുക്കാം. നീ മാറ് ബ്രോ. കാര്യങ്ങളെല്ലാം ഞാൻ വിശദീകരിച്ച് പറയാം. ഞാൻ പറയാം. ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കും? കാരണം ഒരു വട്ടം ഞങ്ങൾക്ക് പണി കിട്ടിയിട്ടുള്ളതാണ്. 1ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അങ്ങനെ തുണി പോയത് ഞങ്ങൾ ഇപ്പോഴും ഓർക്കുന്നു. ബജറ്റ് തുണി പോയത് എന്റെ സുനിയെ, അക്കാര്യം നിന്നോട്ട് ഞാൻ പറയരുത് പറഞ്ഞിട്ടില്ലേ? അക്കാര്യത്തിൽ രാത്രികൾ എനിക്ക് ഓർക്കാൻ താല്പര്യമില്ല. അക്കാര്യം ഇനി സംസാരിക്കരുത്. നിങ്ങളുടെ പ്ലാൻ എന്താണെന്ന് വിശദമായി പറയൂ. എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം. അല്ലാതെ ഒരു കാര്യവും ഞാൻ തീരുമാനിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം എന്റെ ട്രൗസർ ഇനി പോയി കഴിഞ്ഞാൽ നാണം കിട്ടും. പണ്ട് 1ാം ക്ലാസ്സിലായിരുന്നു, ഇപ്പോൾ 3ാം ക്ലാസ്സിലാണ്. അതിന്റെ വ്യത്യാസം നാണത്തിനെ കുറിച്ച് കൂട്ടും. നിങ്ങൾ ഒന്നും പേടിക്കണ്ട. കാരണം എന്റെ ഡാഡി പോലീസിലാ. ഒരു പ്രശ്നം വേണ്ട, ഞാൻ നോക്കിക്കോളാം. ഒരു പ്രശ്നം നിങ്ങൾക്ക് വരില്ല. അത് വാക്കാണ്. അങ്ങനെയാണെങ്കിൽ ഒരു കൈ നോക്കാം നമുക്ക്. അതായത് ഞങ്ങളൊരു പ്ലാൻ പറയാം. നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ വർത്താനം പറയുമ്പോ ഇടയിൽ കയറി വർത്താനം പറയരുത്. പ്ലാൻ എക്സ്പ്ലെയിൻ ചെയ്തോ? എനിക്ക് കുഴപ്പമില്ല. ശരിമേളു, ഒരു കാര്യം പറയുമ്പോ ഇടയിൽ കയറി വർത്താനം പറയുന്നതിന്റെ പഴയ സ്വഭാവം നീ മാറ്റണം കേട്ടോ. ഞാൻ പറയുന്നതാണ് റോഡ്. മേളെ കുറച്ച് ചുടുത്തിയാണെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് ചുടുത്തിയാണോ മള്ളു? അങ്ങനെ ചൂടൊന്നുമല്ല, ഇടയ്ക്കൊന്ന് ചൂട് വരും. അത് പൊട്ടിത്തിറങ്ങിയേക്കും മാത്രം. ഈ പൊട്ടിനിടയ്ക്കിടയിൽ പൊട്ടിത്തിറ വരും. അതൊരു കാര്യം. അപ്പൊ ഈ പൊട്ടം പക്കരി ഞങ്ങൾ ഒഴിവാക്കിക്കൂടെ? എന്തിനാണ് ഇങ്ങനെ കൊണ്ടു നടക്കുന്നത്? അങ്ങനെ ഒഴിവാക്കാൻ പറ്റില്ല. ചെക്ക നമ്മുടെ ചങ്ക. പിന്നെ ഇടയ്ക്ക് ഇങ്ങനൊക്കെ പറയണം. നല്ല രസമുള്ള. അപ്പൊ കാര്യങ്ങൾ വിശദമായി പറയൂ, നല്ല മനസ്സിലാവുള്ളൂ. അതായത് ഞങ്ങളുടെ ക്ലാസ്സിൽ ഒരു 3 പിള്ളേരുണ്ട് ഞങ്ങൾക്ക് എതിരായിട്ടുള്ളത്. ആ 3 പിള്ളേരും ഈ അനന്തുന്റെ അനിയനുണ്ട് അബി, അവനെയും പിന്നെ ഒരു രാഹുൽ എന്ന് പറഞ്ഞ പയ്യനുണ്ട്. ഇവര് 5 പേരുണ്ട് ഞങ്ങൾ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കാൻ പോണേ. ആ പ്ലാൻ ഞങ്ങൾ നൈസായിട്ട് എക്സിക്യൂട്ട് ചെയ്ത് നടത്തും. പക്ഷെ ഇടങ്കോലായിട്ട് ഈ അബിയുടെ ചേട്ടൻ അനന്തു വരാൻ പാടില്ല. അതിന് നിങ്ങൾ ഞങ്ങൾ സഹായിക്കണം. അനന്തുവിനെ നൈസായിട്ട് ഒഴിവാക്കാൻ. അതിന് ഞങ്ങൾ എങ്ങനെ സഹായിക്കണം? അനന്തിനെ ഒഴിവാക്കാൻ? അനന്ത് ഒന്ന് പറഞ്ഞ് രണ്ടാമത്തിന് മുണ്ടൂരി കളയും. മച്ചാനെ, ഞാൻ പറയുന്നത് നിങ്ങൾ ഫുള്ളായിട്ട് കേക്ക്. അനന്തുവിനെ ഒഴിവാക്കാനായിട്ട് നേരിട്ട് നേരി മുട്ടിയാൻ നടക്കില്ല. നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലേ എന്റെ അച്ഛൻ പോലീസിലാ. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ഒന്നും പേടിക്കണ്ട. അതൊക്കെ ശരിയാണ്. എങ്ങനെയാണ് ഒഴിവാക്കേണ്ടത് എന്ന് നിങ്ങൾ പറയൂ. അതായത് എന്തായാലും അബീനെ തൊട്ട് കഴിഞ്ഞ് ഞാൻ അബീനെ ചേട്ടനപ്പെടും. അതിനു മുമ്പ് തന്നെ ഒരേ സമയത്ത് തന്നെ അനന്തുവിന്റെ ചേട്ടനെയും അബീനെ ചേട്ടൻ അനന്തുവിനെയും നമുക്ക് ഒഴിവാക്കണം. ഈ ഒഴിവാക്കണം എന്ന് പറഞ്ഞോണ്ടിരിക്കുന്ന കാര്യം ഒഴിവാക്കേണ്ടത് എങ്ങനെയാണെന്ന് പറയൂ. അത് മാളിന് ഇഷ്ടല്ല. മാള് പറയും, അത് കേട്ടാ മതി. എന്റെ പൊന്നു പൊട്ടമാക്കണ ഇടീക്കൊരു വർത്താൻ പറയല്ലേ. അവന്മാരെ നമ്മുടെ ശത്രുക്കളല്ലോ, മിത്രമല്ലേ. നൈസായിട്ട് നല്ല കാര്യം നടക്കുന്നു. നീ മിണ്ടാണ്ടിരിക്കുക. അവന്മാരെന്തെങ്കിലും പറയട്ടെ. മേള് പറഞ്ഞ ശരിയാ. ശരി മേള്. മച്ചാനെ, അതായത് ഈ അനന്തുവിന്റെ നേരേക്ക് ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾ പോകണ്ട. വല്ല കല്ലോ വടിയോ ഉണ്ടെങ്കിൽ എടുത്ത് എറി, ഒളിച്ചു നിറി. അവൻ ആശുപത്രിയിലായിക്കോളും. അതോടുകൂടി അനന്ത് ക്ലോസ്. കേസ് എന്തെങ്കിലും വന്നാൽ നിങ്ങൾ എറിയുന്നത് കണ്ട കേസുണ്ടെന്ന് എന്റെ അച്ഛനുണ്ട്. പേടിക്കണ്ട. അങ്ങനെയാണെങ്കിൽ ഞങ്ങളൊരു കൈ നോക്കാം. പക്ഷെ പ്രശ്നമൊന്നും വരില്ല, കേസൊന്നും വരില്ല എന്ന് നീ ഉറപ്പ് തരണം. അത് ഞാൻ എന്തായാലും ഉറപ്പ് തരണം. തൽക്കാലം നമുക്ക് ഇവിടെ നിന്ന് വർത്താനം പറയണ്ട. കുറച്ച് മാറി നിന്ന് ബാക്കി കാര്യങ്ങൾ ഡീറ്റെയിൽ ഡിസ്കസ് ചെയ്യാം. കാരണം വേറൊന്നുകൊണ്ടല്ല, ഞങ്ങളുടെ ക്ലാസ്സിൽ ഒരു ഏഷ്യൻ ഉണ്ട്. എവിടെ നോക്കിയാലും അവന് രാഹുൽ എന്ന് പറഞ്ഞൊരു കോഴി. അവൻ അപ്പുറത്തുനിന്ന് വർത്താനം പറയുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് മാറാം. എങ്കിൽ നമുക്ക് സ്കൂളിന്റെ ബാക്കിലുള്ള വസ്തുക്ക് പോവാം. ബജറ്റ് ബ്രോ, ആദ്യം 5 മിനിറ്റുള്ള ബെല്ലടിക്കാനായിട്ട്. ബജറ്റ് ബ്രോയ്ക്ക് എന്ത് ബെല്ലടാ? ക്ലാസ് ടൈം ബജറ്റ് ബ്രോ തീരുമാനിക്കും. അത്രേ ഉള്ളൂ. അങ്ങനെ തന്നെ ഇങ്ങനെയുള്ള ടീമിനാണ് എനിക്ക് വേണ്ടത്. കട്ടക്ക് നിൽക്കണം, എന്നാലേ കാര്യങ്ങൾ പഴം പോലെ നടക്കുള്ളൂ. അതെ, കട്ടക്ക് നടക്കണം, എന്നാലേ കാര്യങ്ങൾ പഴം പോലെ നടക്കുള്ളൂ. അപ്പൊ നമുക്ക് അവിടേക്ക് പോകാം. എന്നിട്ട് ബാക്കി കാര്യങ്ങൾ പ്ലാൻ ചെയ്യാം. നൈസ് പ്ലേസ്. നിങ്ങൾ ഇവിടെ നിന്നാണ് കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്യാറ്. ഇത് സ്കൂളിന്റെ ബാക്ക് വശമാണ്. ഇവിടെ കാര്യം വരാറില്ല. അതുകൊണ്ട് നമുക്ക് ഈസിയായിട്ട് ഇവിടെ നിന്ന് പ്ലാൻ ചെയ്യാം. ഞങ്ങളുടെ കാര്യങ്ങൾ ഞങ്ങളെല്ലാം ഇവിടെ നിന്നാണ് പ്ലാൻ ചെയ്യാറ്. അതെ, ഞങ്ങൾ ഇവിടെ നിന്നാണ് എല്ലാം പ്ലാൻ ചെയ്യാറ്. കാര്യങ്ങളെല്ലാം ഞങ്ങൾ ഇവിടെ നിന്ന് പ്ലാൻ ചെയ്യും, എന്നിട്ട് നടപ്പിലാക്കും. അപ്പോൾ ആരും അറിയില്ല. എന്തായാലും നമുക്ക് കാര്യത്തിൽ കിടക്കാം. അതായത് എങ്ങനെയാണ് നിങ്ങൾ അനന്തു ഒതുക്കാൻ പോണത് അത് പറ. എന്നിട്ട് വേണം ഞങ്ങൾക്ക് അബീനെ കൂടി കൂട്ടി പണി കൊടുക്കാൻ. അല്ലെങ്കിൽ പണി പാടും. നൈസായിട്ട് പണി പാടൂട്ടോ. അനന്തു അറിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കൂടി പണി കിട്ടും. അതിനു മുമ്പ് അനന്തു ഒതുക്കണം. അതിനുശേഷം മാത്രമേ അബിക്ക് പണി കൊടുക്കാൻ പറ്റുള്ളൂ.
ആദ്യം തന്നെ നിങ്ങളുടെ ക്ലാസ്സിലെ പിള്ളേർക്ക് നിങ്ങൾ എങ്ങനെ പണി കൊടുക്കുമെന്ന് ഞങ്ങളോട് വിശദീകരിച്ച് പറ. അത് വേറൊന്നില്ലേ, അത് മാള് അവര് ഞങ്ങളുടെ ക്ലാസ്സിൽ 3 പിള്ളേരുണ്ട്. ഷിബുവിന്റെ ബാഗിൽ പൈസ ഇട്ടുണ്ട്. അപ്പൊ അങ്ങനെ പറഞ്ഞിട്ട് പൈസ കിട്ടി. എങ്ങനെ പൈസ കിട്ടുന്നു മനസ്സിലാകില്ല ഞങ്ങൾക്ക്. അതായത് ഞങ്ങളുടെ ക്ലാസ്സിൽ ഷിബു എന്ന് പറഞ്ഞ ചെക്കനുണ്ട്. അവന്റെ ബാഗില് എന്റെ പൈസ ഞാൻ ഇട്ടിട്ടുണ്ട്, ഇട്ട് വെച്ചിട്ടുണ്ട്. കാലത്തെ മോർണിംഗ് പീരീഡിൽ ഞങ്ങൾ ഇട്ട് വെച്ചതാ. അപ്പോ മധുമാഷുണ്ട്. മധുമാഷ് ഞങ്ങളുടെ ഏകദേശം ഞങ്ങൾ ഇഷ്ടമുള്ള സാറാ. ആ സാറ് വരുമ്പോ എന്റെ പൈസ കാണാനില്ല എന്ന് പറഞ്ഞ് ഞാൻ കരയും. അപ്പോ ഷിബുവിന്റെ അവരൊക്കെ ബാഗ് തപ്പും. അപ്പൊ ഞങ്ങളുടെ പൈസ, അതായത് ആ പൈസ എന്റെ അച്ഛൻ തന്ന പൈസയാ. PTA മീറ്റിംഗിന് കൊടുക്കാനായിട്ട്, PTA കൊടുക്കാനായിട്ടുള്ള പൈസയാണ്. ഓ നൈസ് ഐഡിയ. അപ്പൊ ആ പൈസ കാണാനില്ല എന്ന് പറയും. അപ്പൊ ആ പൈസ ഷിബുവിന്റെ ബാഗിലാണല്ലോ. അപ്പൊ ഷിബു പെടുന്നു. ഷിബുവിന്റെ ബാഗ് തപ്പുമ്പോ ആ പൈസ ഷിബുവിന്റെ ബാഗിൽ നിന്ന് അടിച്ചു മാറ്റിയാന്ന് ഞാൻ പറയും. അങ്ങനെ ഷിബു, നിയാമണി, ഷിബു ഇവര് 3 പേര് പെടും. അതിന്റെ ഒപ്പം തന്നെ ഞാൻ നമ്മുടെ അബിയുടെ പേരും രാഹുലിന്റെ പേരും എടുത്തിടും. അങ്ങനെ അവർ 5 പേരും ക്ലാസ്സിൽ നിന്ന് പുറത്തു. ആ സമയം തന്നെ ഞങ്ങൾ അനന്തുവിനെ ഒതുക്കണമായിരിക്കും. ഇതായിരിക്കുമല്ലേ പ്ലാൻ? അങ്ങനെ തന്നെ, അതാണ് പ്ലാൻ. അനന്തം ഒതുക്കി കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല, എല്ലാവരും പോകുന്നു. പിന്നെ നമ്മളാണ് ഈ സ്കൂളിലെ ക്ലാസ്സിലെ കിങ്സ്. മഴ കിങ്ങല്ല പകർന്നോട് 100 വട്ടം പറഞ്ഞിട്ടുണ്ട് ഇടയ്ക്ക് വെടി പൊട്ടിക്കില്ലെന്ന്. ശരി മേളി ശരിയായി പോയി. അപ്പൊ നിങ്ങൾ എങ്ങനെയാണ് പ്ലാൻ ചെയ്യാൻ പോണേ ആനന്ദം ഒതുക്കാനായിട്ട്? അതൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം നൈസായിട്ട്. പക്ഷേ മളു ഒരു വാക്ക് തരണം, ഞങ്ങൾക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്ന്. മളുവിന്റെ അച്ഛൻ പോലീസാണ് എന്നുള്ള ധൈര്യത്തിലാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. അതായത് അനന്ത് അവിടെ നിൽക്കുമ്പോൾ ആരും അറിയാതെ ഒളിച്ചു നിന്ന് മളു പറഞ്ഞ പോലെ തന്നെ വല്ല കല്ലോ കമ്പോ എടുത്തറിയാം. അവൻ ഹോസ്പിറ്റലിലായിക്കൊള്ളും. അതോടുകൂടി അവന്റെ ചെല്ലം തീരും. പിന്നെ പകപ്പൊക്കനപ്പം വരില്ലല്ലോ. പക്ഷേ മളു ഞങ്ങൾക്ക് വാക്ക് തരണം, പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്ന്. നിങ്ങൾ എന്ത് പഠിക്കണല്ലേ? ഞാൻ വാക്ക് തന്നിരിക്കുന്നു. ഈ മാളൊരു വാക്ക് തന്നാ 100 വാക്ക് തന്ന പോലെയാ. മാളു ഇവന്മാരിനെ പറ്റിക്കോ? അനന്തൂര് പണി കൊടുത്തില്ലെങ്കിൽ പണിയാവട്ടെ. അപ്പിക്ക് പണി കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനന്തു കയ്യിൽ പൊട്ടിച്ചു വരും. നൈസ് പണി കിട്ടും. അവന്റെ ചേട്ടനായോണ്ട് പറയല്ല, അങ്ങേക്ക് പ്രാന്ത. ഒരു സൈക്കോയാണ് അനന്തു. നീ പേടിക്കണ്ട, അവന്മാരെ മുഖം നോക്ക്. വെനത്തിന്റെ പോലത്തെ മുഖം, വെനത്തിന്റെ പോലത്തെ. വേനോ? എന്ത് വേനം? അതൊരു കാർട്ടൂൺ കഥാപാത്രടാ. വെനം. അതായത് വെനം എന്ന് പറഞ്ഞാൽ വെനം. ഇവന്മാരെ 1ാം ക്ലാസ്സിൽ തുണിപ്പോയി മാനം പോയതല്ലേ, അതിന്റെ പക എന്തായാലും അവർക്കുണ്ടാവും. അവന്മാരെന്തായാലും പറഞ്ഞ വാക്ക് എന്തായാലും പാലിക്കാൻ വഴിയുണ്ട്. നീ പേടിക്കണ്ട. നടന്നാ മതി മാളു കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ നമുക്ക് പണി കിട്ടി. അതാണ് എന്താണ് 2 പേര് കുട്ടിക്ക് സൂക്ഷിക്കുന്നത്? എന്തെങ്കിലും മാറി നിന്ന് പറയുകയാണോ? അങ്ങനെയൊന്നുമില്ല. ഞങ്ങൾ പ്ലാൻ ചെയ്യാറുണ്ട് ഒന്നും കൂടി. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ സെറ്റാക്ക്, ഞങ്ങൾ ഞങ്ങളുടെ കാര്യങ്ങൾ സെറ്റാക്കും. ഒരേ സമയത്ത് നടക്കണം. അനന്തൂനെ ആദ്യം ഒതുക്കണം. അപ്പൊ ആ വഴിക്ക് രമ്യ ടീച്ചറായാലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനായിട്ട് പൊക്കോളും. അതായത് നിങ്ങൾ അനന്തൂന് ഫസ്റ്റ് ഒതുക്കാം. ഇപ്പൊ നിങ്ങൾ പോയിട്ട് അനന്തൂന് ഒതുക്കാം. അനന്തൂന് ഒതുക്കുമ്പോ രമ്യ ടീച്ചർ എന്തായാലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനായിട്ട് അനന്തൂന്റെ കൂടെ പോകും. അപ്പൊ രമ്യ ടീച്ചർ സ്കൂളിൽ നിന്ന് ഒഴിവാകും. അതിനുശേഷം ഞങ്ങള് അബീനെ കൂടി ചേർത്ത് പണി കൊടുക്കാം. ഓക്കെ, അപ്പൊ കാര്യങ്ങളെല്ലാം പറഞ്ഞ പോലെ നടക്കട്ടെ. മാളു രാഹുലവിടെ. അയ്യോ, ഈ കൂത്തങ്കട്ടം ഇവിടെ വന്ന എവിടെ നോക്കിയാലും ഇവരുണ്ടല്ലോ ശല്യപ്പെടുത്താനായിട്ട്. ഒന്ന് ഫ്രീ ആയിട്ട് വിടടാ. ഇവിടെ പേരുണ്ടാവില്ല. നമുക്ക് സ്വസ്ഥമായിട്ട് വർത്താനം പറയാം. നമുക്ക് വർത്താനം പറയാം. മാളു, അതായത് ഞാൻ മാളിനോട് ഐ ലവ് യു എന്ന് പറയാനി മാളിന്റെ അഭിപ്രായം എവിടെ നോക്കിയാലും ഇവരാണല്ലോ. നിങ്ങളല്ലേ പറഞ്ഞേ ഇവിടെ ആരും വരില്ലെന്ന്. പിന്നെ എങ്ങനെയത്? സാധാരണ ഇവിടെ ആരും വരാറില്ല. പിന്നെ എങ്ങനെ ഇവിടെ വന്നു ചോദിച്ചാൽ എനിക്കറിയാൻ പറ്റില്ല. ഇവരാരും നിങ്ങളുടെ ക്ലാസ്സിലുള്ളൂ. ഞങ്ങളുടെ ക്ലാസ്സിലൊരു മാരണ. ഓ, അവന്റെ പേര് രാഹുല്. കോഴിപ്പറമ്പിൽ രാഹുല്. രാഹുൽ കേപ്പി. മിന്നൂസ് നീ കിസ് ഡേ എന്തിട്ടാണെന്നറിയോ? കിസ് ഡേ അറിയോ? എന്നാ പറ, എന്തിട്ടാണ് കിസ് ഡേ? പറ. ഈ ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കണല്ലേ? അല്ലേ? ക്വസ്റ്റ്യൻ ആൻസർ അതല്ലേ കിസ് ഡേ. കിസ് പാടുന്നു. ഈ മിന്നൂസിനൊന്നും അറിയില്ല. നീ എന്നെ ഒന്ന് പഠിപ്പിക്കാൻ പറഞ്ഞിട്ട് കുറച്ചുകൂടി നല്ലതാ. മിന്നൂസിന് മണ്ടി തന്നെ. എന്ത് മിന്നൂസേ? അതിനല്ല കിസ് ഡേ അർത്ഥം. അതായത് കിസ് ഡേ എന്ന് വെച്ചാല് ഈ രാഹുലിന് നാണം വരും മിന്നൂസേ. കോഴിപ്പറമ്പ് എവിടെ നോക്കിയിട്ടുണ്ടല്ലോ. എന്താ ഇവനിവിടെ? അല്ലേ അവരെന്താ ഇവിടെ എനിക്കറിയോ? അവിടെ നിൽക്കുന്ന ആ രാഹുൽ കോഴിപ്പറമ്പ് എന്ന പയ്യൻ നിങ്ങളുടെ ക്ലാസ്സിലുള്ളതാണെന്നല്ലേ പറഞ്ഞത്? അവനെന്താ
എപ്പോഴും നിങ്ങളുടെ പിന്നിൽ നിന്ന് മറന്നില്ലല്ലോ. എവിടെ നോക്കിയാലും നമ്മളുള്ള സ്ഥലത്ത് അവനുണ്ട്. എന്റെ പൊന്നു ബജാജ് ബ്രോ, അതിനുള്ള ഉത്തരം ഞങ്ങൾക്കറിയില്ല. അവൻ എനിക്ക് തോന്നുന്നില്ല ഇലുമിനാണ്ടി എന്നാ. എന്തായാലും ഈ പ്ലാനോട് കൂടി അവനെയും കൂടി ഞങ്ങൾ തീർക്കുന്നുണ്ട്. അത് ഉറപ്പാ. അല്ല പിന്നെ ഇനി അവൻ ഒരിക്കലും ഞങ്ങളെ ഫോളോ ചെയ്യില്ല. എവിടെ നോക്കിയാലും മാളു ബ്രോ, ഞങ്ങൾ ഇപ്പോൾ വലുതും ചെയ്യണോ? അവനെ ഇവിടെ ഇട്ട് ചവിട്ടി കൂട്ടി തല്ലി ടെമ്പറാക്കി കൊന്നല്ലോ. ഇപ്പൊ ഒന്നും വേണ്ട, ഇപ്പൊ ഒന്നും വേണ്ട. പണി കിട്ടും നമുക്ക്. എനിക്ക് മുള്ളിന് കേടില്ലാതെ അവനെ എടുത്ത് ഉപേക്ഷിക്കാം. എല്ലാവരും ഒരേ ലെവലിലെ ഒഴിവാക്കാം. മേളു എനിക്ക് മുള്ളിൽ കേടില്ലേ എല വേണ ഇനി കുറച്ചൊന്നും മിണ്ടായിട്ടിക്കടാ. എനിക്ക് നിനക്കുള്ള ഉത്തരം തരാനുള്ള ശേഷി ഇപ്പൊ ഇല്ലടാ പൊന്നു വാക്കനാ. ഒന്നും മിണ്ടായിട്ടിക്കടാ. നമ്മുടെ പ്ലാൻ പോലെ നടക്കുന്ന പദ്ധതി അതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഇപ്പൊ ഒന്നും ഇടപെടാൻ നിൽക്കണ്ട. ബജറ്റ് ബ്രോ, എനിക്ക് തോന്നുന്നു അവന്റെ കണ്ണിൽ കോഴിയുടെ തീഷ്ണത ഞാൻ കാണുന്ന പറ്റില്ല ബ്രോ. അവൻ അപ്പുറത്തെടുക്കുന്ന ആ കൊച്ചിനെ വളക്കുകയാണെന്ന് എനിക്ക് തോന്നുന്ന പറ്റില്ല ബ്രോ. മോനെ സുനിയ, എടാ സുനിയ, ഇങ്ങോട്ടൊന്ന് നോക്കിയടാ സുനിയ. എടാ പൾസറെ, ഇനിയും കൂടി ചട്ട പറഞ്ഞത് ഇങ്ങോട്ട് നോക്കാൻ. ബജറ്റ് ബ്രോ പറഞ്ഞു ശരിയില്ല പറഞ്ഞു. നമ്മൾ ഇവിടെ വന്നെത്തിക്കുന്നത് എന്തിനാണെന്നുള്ള ബോധം നിങ്ങൾക്ക് വേണം. കണ്ണി കണ്ടൊരു വായി നോക്കുന്നത് നോക്കാനല്ല നമ്മൾ ഇവിടെ വന്നത്. മറ്റു പല പ്രാണികൾക്കും വേണം, മറ്റു പല പ്രാണികൾക്കും. മനസ്സിലായോ? അല്ല ബജറ്റ് ബ്രോ, അതായത് ഒരു കടാവുമ്പോ, അതായത് ഒരു അവരുടെ വായി നോക്കുമ്പോ, അതായത് കൊതിയായത് അതൊന്നുമില്ല. ഇവിടെ മറ്റൊരു പ്ലാൻ നടക്കുമ്പോഴാണ് നിങ്ങൾ മറ്റുള്ളവരെ വായി നോക്കി നിൽക്കുന്നത്. ഇങ്ങോട്ട് തെറ്റിയോ? കാര്യങ്ങളൊക്കെ നടക്കില്ലേ സ്മൂത്ത് ആയിട്ട്? പണി പാളോ? ഈ ബജാജ് ഒരു കാര്യമേറ്റാൽ അത് നടത്തിയിരിക്കും. അതാണ് ഈ ബജാജ് എന്നാൽ ബജാജ്. ബജാജായാലും ബുള്ളറ്റായാലും നടന്നില്ലെങ്കിൽ നല്ല ഇടിവിട്ടുണ്ട്. വിചാരിക്കുന്ന പോലല്ല, തുണി പോലും കാണില്ല, മാനം പോവും. എടാ പാക്കര, അതിനേക്കാൾ കൂടുതൽ ഞങ്ങൾക്കറിയാം തുണി പോകുമെന്ന്. കാരണം ആ അനന്തോന്റെ പക്ഷിയ പാത്രത്തിലുള്ള ഏറെയായിരുന്നു ഞങ്ങളുടെ തുണി പോയതാണ്. അതുകൊണ്ട് നോക്കി കണ്ടു കളിക്കാൻ ഞങ്ങൾക്കറിയാം. പക്ഷെ ഞങ്ങൾക്ക് ഒരു വാക്ക് വേണം, ഒരു വാക്ക്. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ഞാൻ വാക്ക് തന്നു. എന്റെ ഡാഡി പോലീസിലാ. നിങ്ങൾ ഒരു കാരണവശാലും പേടിക്കണ്ട. മതി, ഈ വാക്ക് മാത്രം മതി. അബിയുടെ ചേട്ടനായ അനന്തുവിനെ ഇനി ആശുപത്രിയിൽ കാലും കൈയും ഒട്ടിച്ച് കെട്ടിയിട്ട് ഈ ബജാജിനും വത്സരനും തുണിക്കും വിശ്രമമുള്ളൂ. ഇത് വാക്ക്. അങ്ങനെ തന്നെ. മിന്നുജേ ചൂടവിടെ ഞാൻ പുതിയായിട്ട് പറഞ്ഞല്ലേ, അത് മുത്തച്ഛനോടാഘോഷം. മിന്നുസിനെ മച്ചാനെ, അപ്പൊ അധികം നേരം വഹിക്കണ്ട. ഇപ്പൊ തന്നെ തുടങ്ങിക്കോ പ്ലാൻ. ആ കാര്യം ഞങ്ങളേറ്റു. അത് ഞങ്ങൾക്ക് വിട്ടേക്ക്. അനന്തോനെ ആശുപത്രിയിലാക്കുന്ന കാര്യം ഞങ്ങളേറ്റു. അനന്തോനെ ആശുപത്രിയിലാക്കുന്നതിനോടൊപ്പം തന്നെ രമ്യ ടീച്ചറും സ്കൂൾ വിട്ടോളും. കാരണം ആശുപത്രി കൊണ്ടുപോകുമ്പോ എന്തായാലും മമ്മി കൊണ്ടുപോകല്ലോ. അങ്ങനെ രമ്യ ടീച്ചറും സ്കൂളിൽ നിന്ന് ഒഴിവായി. ഹലോ, അഭിജയുടെ പ്രൊട്ടക്ഷനായിട്ട് രമ്യ ടീച്ചറും ഇല്ല, അവന്റെ ചേട്ടൻ അനന്തവും ഇല്ല, രണ്ടുപേരും ഇല്ല. അവനൊറ്റയ്ക്ക് അവനെ പണിയാം. അങ്ങനെ തന്നെ അവനെ നമുക്ക് ഒഴിവാക്കാം. ഇവരെ രണ്ടുപേരും അവനെ രക്ഷിക്കാനില്ലെങ്കിൽ സിമ്പിളായിട്ട് അവനെ നമുക്ക് പെടുത്താം. ഈ മാളിനോട് മുട്ടാനായിട്ട് ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ 100 വട്ടം ആലോചിക്കണം. പണി ഏത് വഴി വരുന്നു ഒരു മനുഷ്യനും കിട്ടില്ല. അതാണ് ഈ മാളു. അപ്പൊ ആക്കറിഞ്ഞ് മാളുവിനെ കാണാനില്ല. കുറെ നേരമല്ലോ ഇന്റർവെല് കഴിയാറായില്ലോ, എന്നിട്ടും കാണാനില്ല. ഒറ്റങ്ങളെ ആരെങ്കിലും പാര വെക്കാനായിട്ട് പ്ലാൻ ചെയ്യാൻ പോയതായിരിക്കും. പാര വെച്ച് ഇലക്ഷനേറ്റി പിരിയഡിലല്ലേ ഈ മാളുവിന് പാക്കറ്റിൽ മെയിൻ പണി. അതിന് പ്ലാൻ ചെയ്യാൻ പോയതായിരിക്കും. അല്ലാണ്ട് എവിടെ പോനാ മണി? ആ പാരയൊപ്പം മേശണി നമ്മക്കിട്ടാവല്ലേ? അയ്യോ പൊന്നു സുബു കരുനാക്കടുത്ത് പറയലടാ. എന്താടാ ഞാൻ പറഞ്ഞ ഇപ്പൊ ഒരു ശത്രു മക്കളല്ലേ, അതുകൊണ്ട് പറഞ്ഞ മാളു. അപ്പൊ ഞങ്ങൾ കാര്യങ്ങളെല്ലാം നീക്കട്ടെ. നൈസായിട്ട് ഇപ്പൊ തന്നെ അനന്തോനെ ആശുപത്രിയിലാക്കുന്ന വഴി ഞങ്ങൾ ഇപ്പൊ നോക്കാം. അപ്പൊ കാര്യങ്ങളൊക്കെ സ്മൂത്ത് ആയിട്ട് നടക്കട്ടെ. നിങ്ങൾ ഇപ്പൊ തന്നെ അനന്തോന് പെണ്ണെടുക്കാനുള്ള വഴി നോക്ക്. പിന്നെ ഒരു കാര്യം മനസ്സിൽ വെച്ചോളൂ, സംഭവന്റെ അച്ഛനുണ്ട് നിങ്ങൾ രക്ഷിക്കാൻ, അതൊക്കെ ശരിയാണ്. പക്ഷേ ഈ കാര്യം ചെയ്യുന്ന മാക്സിമം ആരും കാണാതെ ചെയ്തോളൂ കേട്ടോ. അത് പിന്നെ അത്രയേ ഉള്ളൂ. അവനെ ഞങ്ങൾ ആരും കാണാതെ തന്നെ എറിഞ്ഞു വീഴ്ത്തുകയുള്ളൂ. ഇനി എങ്ങാനും ആരെങ്കിലും കണ്ടരക്ഷിക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. മളുവിന്റെ അച്ഛനുണ്ട് എന്നുള്ള ധൈര്യത്തിന്റെ പുറത്താണ് ഞാൻ നിങ്ങളെ ഈ കാര്യത്തിൽ ഇറങ്ങിയിട്ടിരിക്കുന്നത്. ഇപ്പൊ തന്നെ ആശുപത്രിയിലാക്കിക്കോ. എന്നാലേ രമ്യ ടീച്ചർ ഇപ്പൊ തന്നെ പോവുള്ളൂ. എങ്കിലും ഞാൻ കൊച്ചു തിരിഞ്ഞ് മധുഭാഷയെ കൊണ്ട് അവന്മാരെല്ലാം പിടിപ്പിക്കാൻ പറ്റുള്ളൂ. മാളുടെ തൊണ്ടയിടറുണ്ടല്ലോ ഇഞ്ചി. മാളുന്റെ തൊണ്ട ഇടറാറുള്ളൂ, ബാക്കിയൊന്നും ഇടറാറില്ല. മാളുന്റെ ധൈര്യം തന്നെയാടാ. അതെനിക്കറിഞ്ഞോടെ മേള്. അപ്പൊ ശരി, ഞങ്ങൾ അനന്തോനെ എറിഞ്ഞു വീഴ്ത്തി ആശുപത്രിയിലാക്കിയിട്ട് വരാം. അപ്പോഴേക്ക് നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ നീക്കിക്കോ. അവനെ എറിഞ്ഞ് ആശുപത്രിയിലാക്കുന്ന വിവരം ഞങ്ങൾ എന്തായാലും അറിയിക്കും. അപ്പൊ കാര്യങ്ങളെല്ലാം തീർത്തിട്ട് സെറ്റാക്കിട്ട് വായോ. നിങ്ങളുടെ കാര്യം തീർത്താലേ ഞങ്ങൾക്ക് കാര്യം തീർക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ കാര്യങ്ങളെല്ലാം ഓക്കെ. ശരി.
എടാ അനന്തു, നിന്റെ അവസാനത്തെ കളിയായിരിക്കുമിടാ ഇത്. ഈ ബജാജിനോട് കളിക്കാൻ നിന്റെ അഞ്ചം എന്റെ കൈ കൊണ്ടാണെന്ന് നിനക്ക് ഇതോട്ട് കുട്ടി മനസ്സിലാക്കും. ഈ ട്രൗസർ ഊരാൻ ഇവന്റെ കൈ പൊന്തിക്കുമ്പോ ഇവനിത് ആലോചിക്കണം. എറിഞ്ഞിടണ, എറിഞ്ഞിട്ട് ബജാജ് ബ്രോ എറിഞ്ഞവന്റെ കണ്ണ് പൊട്ടിക്ക്, എറിഞ്ഞ് കണ്ണ് പൊട്ടിക്ക്. എടാ അനന്തു, നീ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് എന്താണെന്ന് നിനക്കറിയുമോ? ഈ ബജാജിനോട് നീ മുട്ട വന്നു. നീ എന്റെ തുണി ഊരുമല്ലടാ. നീ ആശുപത്രിയിൽ കിട്ടുന്ന ഇരിക്കുന്നത് എനിക്ക് കാണണം. നിന്റെ അനിയനെ ഞങ്ങൾ പന്താടും, എടുത്ത് പന്താടുമടാ. നിനക്ക് ഒന്നും ചെയ്യാൻ പറ്റാതെ നീ ആശുപത്രിക്കടയിൽ കീഴ്ക്കെടുന്ന് മൂങ്ങിക്കൊണ്ട് കരയും. നീ കണ്ടോ? നിന്റെ അനിയനെ തൊട്ടാൽ നീ എന്ത് ചെയ്യുമെന്നാണ് പറഞ്ഞത്? മുണ്ടോരുമെന്നോ? ഇനിയൊന്നും ഞങ്ങൾക്ക് കാണണമടാ. നിന്റെ കണ്ണ് ഞാൻ എറിഞ്ഞ് പൊട്ടിക്കുമടാ പട്ടി. ബജാജ് ബ്രോ എറിഞ്ഞവന്റെ കണ്ണ് പൊട്ടിക്ക് ബജാജ് ബ്രോ. കണ്ണിന്റെ ഫിലിമെന്റ് അടിച്ചാ. ഇനി ഈ ബജാജിനോട് കളിക്കുമ്പോ 100 വട്ടം നീ ആലോചിക്കണം. ഈ ബജാജ് ആരായിരുന്നുവല്ലോ? നീ ചേർന്നടാ, നീ ചേർന്നു. അടുത്ത മാർച്ചിലല്ലേ ഫുട്ബോൾ മാച്ച്? അപ്പൊ നമുക്ക് ഇന്ന് തന്നെ പ്രാക്ടീസ് തുടങ്ങണം. അതെത്രയുള്ളൂ, ഇന്നലെ തുടങ്ങി നമുക്ക്. നീ ആശുപത്രി കിടക്കയിൽ കിടന്ന് പ്രാക്ടീസ് ചെയ്യടാ. പ്രാക്ടീസ് ചെയ്. ഇന്നാ പിടിച്ചോ.